റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ലക്ഷദ്വീപിൽ കൂടുതൽ ദ്വീപുകളിൽ മദ്യവിതരണത്തിന് അനുമതി നൽകി ഉത്തരവ് പുറത്തിറക്കി ജില്ലാ കളക്ടർ. കൽപ്പേനി, അഗത്തി, കടമത്ത്, അമിനി, ആന്ത്രോത്ത്, കിൽത്താൻ, ചെത്ലത്ത്, ബിത്ര ദ്വീപുകളിലാണ് അനുമതി. ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനാണെന്നാണ് വിശദീകരണം. ഉത്തരവുകളുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. നടപടിക്കെതിരെ പ്രതിഷേധവുമായി ദ്വീപ് നിവാസികൾ രംഗത്തെത്തി. ഉത്തരവ് പിൻവലിക്കണമെന്ന് ലക്ഷദ്വീപ് MP അബ്ദുള്ള സയീദും ആവശ്യപ്പെട്ടു. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ, ഇതിപ്പോൾ ടൂറിസം സാധ്യതകൾ അത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്നാണ് പറയുന്നത്. പക്ഷേ ദ്വീപ് നിവാസികൾക്ക് വലിയ പ്രതിഷേധമുണ്ടല്ലേ? ഉറപ്പായും വലിയ പ്രതിഷേധത്തിലാണ് ദ്വീപ് നിവാസികളും ജനപ്രതിനിധികളും. നേരത്തെ തന്നെ ലക്ഷദ്വീപ് ഡ്രൈലാൻഡാണ്. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി മദ്യ നിരോധന മേഖലയാണ് ലക്ഷദ്വീപിലെ ദ്വീപുകൾ. എന്നാൽ പിന്നീട് ഈ അടുത്ത കഴിഞ്ഞ വർഷങ്ങളിലായി ചില ദ്വീപുകളിൽ, പ്രത്യേകിച്ച് ചുരുക്കം ചില ദ്വീപുകളിൽ മാത്രം മദ്യ വിതരണത്തിനുള്ള അനുമതി നൽകിയിരുന്നു. അത് ടൂറിസം കൂടുതൽ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതായിരുന്നു അവരുടെ അറിയിപ്പ്. എന്നാൽ കൂടുതൽ ദ്വീപുകൾ, അതിലും കൂടുതൽ ദ്വീപുകളിലേക്ക് മദ്യവിതരണത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇതിൽ ദ്വീപ് നിവാസികൾക്ക് ഉള്ളത്. കൽപ്പേനി, അഗത്തി, കടമത്ത്, അമിനി, ആന്ത്രോത്ത്, കിൽത്താൻ, ചെത്ലത്ത്, ബിത്ര ദ്വീപുകളിലാണ് പ്രത്യേകമായ അനുമതിയും ലൈസൻസും നൽകിയിരിക്കുന്നത്. ലക്ഷദ്വീപ് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവും ലൈസൻസും നൽകിയിരിക്കുന്നത്. ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനാണ് ഈ രൂപത്തിൽ നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വിശദീകരണം. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ മദ്യവിതരണത്തിന് അനുമതി ഉണ്ടാവുകയുള്ളൂ എന്ന് ലൈസൻസിലും ഉത്തരവിലും പറയുന്നുണ്ട്. ഗസ്റ്റ് ഹൌസുകളും റിസോർട്ടുകൾക്കുമാണ് ഈ രൂപത്തിൽ അനുമതി നൽകിയിട്ടുള്ളത്. ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ദ്വീപ് നിവാസികൾക്കിടയിൽ വലിയ ആശങ്കയും പ്രതിഷേധവും ഉയർന്നു വരികയാണ്. ആദ്യഘട്ടത്തിൽ ചില ടൂറിസത്തിന് പ്രാമുഖ്യമുള്ള ദ്വീപുകളിൽ മാത്രം മദ്യവിതരണത്തിന് അനുമതി നൽകുകയും പിന്നീട് ഇപ്പോൾ വ്യാപകമായി തന്നെ മദ്യം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ദ്വീപ് നിവാസികൾ ഏതായാലും അഭിപ്രായവും വിമർശനവുമായി ഉന്നയിക്കുന്നത്. വിമർശനങ്ങൾക്കിടെ തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ദ്വീപ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് കാണുന്നത്. ആര്യ, ഓക്കെ, ഡ്രൈലാൻഡായ ലക്ഷദ്വീപിൽ മദ്യം സുലഭമാക്കാനുള്ള നീക്കങ്ങളിലേക്ക്, ടൂറിസം സാധ്യതകൾ വിശദീകരിച്ചുകൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഭരണകൂടം. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.